നമസ്തേ. ഞാൻ KN രാധാകൃഷ്ണൻ മാസ്റ്റർ, നാറാത്ത്. എന്താണ് അക്ഷയ തൃതീയ? അതിനെക്കുറിച്ചൊരു ലഘു സന്ദേശമാണ് ഞാനിവിടെ നൽകുന്നത്. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ 3-ാമത്തെ തിഥിയാണ് അക്ഷയ തൃതീയ. ഒരിക്കലും ക്ഷയിക്കാത്തത് എന്നാണ് ഈ വാക്കിൻ്റെ അർത്ഥം. അക്ഷയ തൃതീയ ദിവസം ചെയ്യുന്ന ഏത് സൽക്കർമ്മത്തിനും അക്ഷയ പുണ്യമാണ് ഫലം. പുലർച്ചെ 3 മണി മുതൽ 6 മണി വരെയാണല്ലോ ബ്രഹ്മമുഹൂർത്തം. ഈ ദിവസം ബ്രഹ്മമുഹൂർത്തത്തിൽ ഉണർന്ന് തീർത്ഥജലത്തിൽ സ്നാനം ചെയ്യണം. കിണർ വെള്ളമാണെങ്കിൽ കോരിയെടുത്ത് കുളിക്കണം. കാരണം കിണർ, കുളം, നദി ഇവയിലെല്ലാം ഗംഗാദേവിയുടെ സാന്നിധ്യമുണ്ടാകും എന്നാണ് സങ്കല്പം. പുണ്യതീർത്ഥ സംഗമവും നടക്കും. സ്നാനാദി കർമ്മം കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തണം. വിഷ്ണുവിന് പ്രാധാന്യമുള്ള മാധവമാസമായതിനാൽ വിഷ്ണു ക്ഷേത്ര ദർശനം അത്യന്തം ശ്രേഷ്ഠകരമാണ്. മാസങ്ങളിൽ ഞാൻ മാധവമാസം ആണ് അല്ലെങ്കിൽ വൈശാഖ മാസമാണെന്നാണല്ലോ ഭഗവാൻ പറയുന്നത്. ഈ വർഷം ഏപ്രിൽ 18-ന് വൈശാഖം ആരംഭിച്ചു. വൈശാഖം തുടങ്ങി 2-ാമത്തെ ദിവസമാണ് അക്ഷയ തൃതീയ വരുന്നത്. ഈ ദിവസം വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് അത്യുത്തമമാണ്. രാവിലെ ഉണർന്നെഴുന്നേറ്റ് സ്നാനാദി കർമ്മങ്ങൾ കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് ക്ഷേത്ര ദർശനം നടത്തി വ്രതമനുഷ്ഠിക്കണം. അക്ഷയ തൃതീയ ദിവസം ഏറ്റവും ശ്രേഷ്ഠമായത് ദാനധർമ്മമാണ്. ധനം, ധാന്യം, വസ്ത്രം ഇവ സാധുക്കൾക്ക് ദാനം ചെയ്യണം. ഒരിക്കലും പഴയ വസ്ത്രം ദാനം ചെയ്യരുത്. ഈ ദാനങ്ങൾ നമ്മെ സർവപാപഋണമോചിതനാക്കും. ബലരാമ അവതാരവും പരശുരാമ അവതാരവും സംഭവിച്ചത് അക്ഷയ തൃതീയയിലാണ്. വേദവ്യാസമുനി മഹാഭാരതം എഴുതാൻ ആരംഭിച്ചതും ഈ ദിവസമാണ്. ദേവി അന്നപൂർണേശ്വരിയുടെ അവതാരവും ലക്ഷ്മി ദേവി ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതും അക്ഷയ തൃതീയയിൽ തന്നെ. വനവാസക്കാലത്ത് ദ്രൗപദിക്ക് സൂര്യഭഗവാൻ അക്ഷയപാത്രം നൽകിയത് ഈ ദിനമാണ്. ഭഗീരഥൻ തപസ് ചെയ്ത് ആകാശഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നതും അക്ഷയ തൃതീയയിൽ തന്നെ. തിഥികളിൽ ഏറ്റവും ആദരണീയ തൃതീയ തിഥിയെ ദേവന്മാർ പോലും പ്രണമിക്കുന്നു. സൂര്യനും ചന്ദ്രനും ഒരേ പ്രഭാവമുള്ള 3 തൃതീയകളാണ് നമുക്കുള്ളത്. നവവർഷം തുടങ്ങുന്ന ചൈത്രമാസ പ്രഥമ തിഥിയാണ് ആദ്യത്തേത്. 2-ാമത്തേത് വിജയദശമി ദിവസമായ അശ്വിന മാസത്തിലെ ശുക്ലപക്ഷ പ്രഥമയും. 3-ാമത്തേതാണ് വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയായ അക്ഷയ തൃതീയ. യുഗങ്ങൾ ആരംഭിച്ചത് അക്ഷയ തൃതീയ നാളിലാണെന്നാണ് സങ്കല്പം. ഹിമഗിരിയിലെ ഭാദ്രി ക്ഷേത്ര നട തുറക്കുന്നത് ഈ പുണ്യ ദിവസമാണ്. ഹിമാലയത്തിൽ തപസ്സരിക്കുന്ന ഋഷികളും യോഗികളും സന്യാസിമാരും ബ്രഹ്മമുഹൂർത്തത്തിൽ സ്നാനം ചെയ്ത് ഋഷികേശിൽ പ്രവേശിച്ച് 108 പ്രദക്ഷിണം വെക്കുന്നു. ഇതാണ് പ്രസിദ്ധമായ ബാദ്രി നാരായണ യാത്ര. ഇത് കലിയുഗമാണ്. ഈ കലിയുഗ ദേവതയായ കലിക്ക് മദ്യം, ചൂതാട്ടം, സ്ത്രീസേവ, പ്രാണിഹിംസ, സ്വർണം എന്നീ 5 സ്ഥാനങ്ങളാണ് പരീക്ഷിത്ത് മഹാരാജാവ് കൽപ്പിച്ചു നൽകിയത്. അതുകൊണ്ട് ഈ പുണ്യദിനത്തിൽ ഈ 5-ലൊന്നും നമ്മുടെ വീട്ടിലേക്ക് വാങ്ങി വരാൻ പാടുള്ളതല്ല. അക്ഷയ പുണ്യം നൽകുന്ന അനേകം കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ, ദാനധർമ്മങ്ങൾക്ക് ഏറ്റവും ഉത്തമമായ, ക്ഷേത്രദർശനം പരമാവധി നടത്താൻ പറ്റിയ മാധവമാസം എന്ന വൈശാഖ മാസത്തിൽ കടന്നു വരുന്ന ആ അക്ഷയ പുണ്യങ്ങൾ പ്രദാനം ചെയ്യുന്ന അക്ഷയ തൃതീയയിലെ സൽക്കർമ്മങ്ങൾ, ദാനധർമ്മങ്ങൾ ഭക്ത്യാദരപൂർവ്വം ഭാഗവതവും ഹരിനാമകീർത്തനവും വിഷ്ണു സഹസ്രനാമവും വിഷ്ണു പുരാണവും ജ്ഞാനപ്പാനയും എന്നീ മഹത് ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്ന ഈ സുദിനം
എല്ലാവർക്കും സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്തേ.